ഹായ് ഫ്രണ്ട്സ്, വെജിറ്റേറിയൻസ് ആണെങ്കിലും നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിലും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നു. കുറച്ച് എരിവും മസാലയും വെറൈറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കുള്ളതാണ്. ഇത് ടെൻഡർ ജാക്ക് ഫ്രൂട്ട് പെപ്പർ റോസ്റ്റ്, അതായത് നമ്മുടെ സ്വന്തം ഇടിച്ചക്ക കുരുമുളകിട്ട് വരട്ടിയെടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഇപ്പോഴാണെങ്കിൽ ചക്ക സീസണാണ്, മിക്കവർക്ക് ചക്കയൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഇപ്പോൾ വീട്ടിലില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് കുക്കറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു 5-6 ചെറിയുള്ളി, ഒരു തുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം പട്ട, ഏലക്കടത്താരി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു പച്ചമുളക് എല്ലാം കൂടെ ചതച്ചെടുക്കുക. ഗ്രാമ്പു ഉണ്ടെങ്കിൽ ഗ്രാമ്പു ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം വാങ്ങുകയാണ്, നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാല വാങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തെടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. മസാലപ്പൊടി ചേർത്ത് ഇപ്പം ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കാം കേട്ടോ, അരി പിടിക്കാതിരിക്കുക. നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ചേർത്ത് വഴറ്റുന്നില്ല, പെട്ടെന്ന് തന്നെ അടുപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം ഇങ്ങനെ കുറച്ച് വെള്ളം കഴിച്ചിട്ട് ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചേർത്തെടുക്കാം. ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. മസാല നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 കപ്പ് ഇടിച്ചക്ക ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത്, നമ്മൾ ബീഫൊക്കെ എങ്ങനെയാണോ അതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഒരു പിടി ഗ്രീൻ പീസ്, ഇത് രാവിലെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രേവി പറഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, രാത്രി ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മെത്തി ചേർക്കുന്നുണ്ട്, ഓപ്ഷണലാണ് കേട്ടോ. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ സ്പൂണാണ്, പക്ഷെ നിറയെ എടുത്തിട്ടുണ്ട്. നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ വരെ വെക്കാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇടിച്ചൊക്കെ വെക്കുമ്പോൾ ഞാൻ 1 വിസിലാണ് വെച്ചത്, പക്ഷെ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞാൽ നമുക്കൊരു ഗ്രേവി ആയിട്ട് കഴിക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ ഒരു 4 വിസിൽ വരെ വെക്കാം. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം, അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. കുക്കറിൻ്റെ ആവി പോയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇനി കട്ടിയാക്കണം എന്നുണ്ടെങ്കിൽ കട്ടിയാക്കാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലിയിലൊക്കെ സെർവ് ചെയ്യാനെടുക്കാം.